മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. വി.ഡി. സതീശൻ സർക്കാർ മലയാളികളുടെ ആത്മാഭിമാനം, ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഐക്യത്തോടുകൂടി മതേതര മനസ്സോടുകൂടി മുന്നോട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്ന സകല മലയാളികളുടെയും ആത്മാഭിമാനം മുസ്ലിം ലീഗിന്റെ കാൽക്കൽ കൊണ്ടുപോയി വി.ഡി. സതീശൻ അടിയറവ് പറഞ്ഞിരിക്കുന്നു. മുട്ടിലിയഞ്ഞ് മുസ്ലിം ലീഗിന്റെ കാൽക്കലാണ് വി.ഡി. സതീശൻ ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വന്ദേ മാതരം പൂർണ്ണമായിട്ട് വി.ഡി. സതീശൻ സർക്കാർ ആലപിച്ചിട്ടില്ല. അത് ഈ നാടിനോട്, ഈ രാജ്യത്തോട് ചെയ്തിട്ടുള്ള ക്രൂരതയാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. മുസ്ലിം ലീഗിന്റെ മറ്റൊരു പച്ചവർഗീയതക്ക് വി.ഡി. സതീശൻ അവരെ പ്രീണിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് സകലരും തിരിച്ചറിയേണ്ടത്. എന്നാൽ വി.ഡി. സതീശന്റെ ആസ്ഥാനത്ത് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? AICC ആസ്ഥാനത്ത് വന്ദേ മാതരം ആലപിച്ചിരിക്കുന്നു. ഈ വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ലേ? സോണിയാഗാന്ധിക്ക് അസ്വസ്ഥതയുണ്ട്, ഖർഗെക്ക് അസ്വസ്ഥതയുണ്ട്. സോണിയാഗാന്ധിയുടെ അസ്വസ്ഥത നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവരുടെ ജന്മരാജ്യം എന്ന് പറയുന്നത് ഇറ്റലിയാണ് എന്നുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാവുന്നതാണ്. ഖർഗെയൊക്കെ അവിടെ ഉറഞ്ഞു തുള്ളുന്നത് പോലെ വന്ദേ മാതരം ആലപിക്കുമ്പോ അവിടെ നിന്ന് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നു. ഇതൊന്നും അറിയാതെ വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കുന്നത് രാഹുൽ ഗാന്ധി അവിടെ സ്റ്റഡിയായി നിന്നുകൊണ്ട് കേട്ടു എന്നുള്ളതാണ്. പിന്നീട് സോണിയാഗാന്ധിയൊക്കെ വിളിച്ച സമയത്താണ് രാഹുൽ ഗാന്ധി ഈ വിഷയമൊക്കെ അറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവിനോട് ചോദ്യം ചോദിക്കുമ്പോ എന്താണ് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. पूरा वंदे मातरम गाया गया, इसमें कोई वाद विवाद का सवाल नहीं उठता। कोई रोकने का कोई प्रयास नहीं था, कोई रोकने का प्रयास नहीं था, क्योंकि लंबे समय से कांग्रेस अध्यक्ष खड़े हुए थे. सोनिया जी कह रही थी उनके लिए कुर्सी लाके रख दो, बस. कोई नहीं था. നിങ്ങൾ കേട്ടില്ലേ? കോൺഗ്രസിന്റെ AICCയുടെ വളരെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള ജയറാം രമേശ് പറയുന്നു, ഇതിലൊരു പ്രശ്നമാക്കേണ്ടതില്ല, ഇതൊരു പ്രശ്നവുമാക്കേണ്ടതില്ല. വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിച്ചതിന് ഒരു പ്രശ്നവുമാക്കേണ്ടതില്ല. അപ്പം അവിടെ കിടന്ന് ചാടി വീട് ചോദിക്കുന്നുണ്ട്, കേരളത്തിലോ എന്ന്. അതിനൊരു ഉത്തരവില്ല. അപ്പോ മറ്റൊരു കാര്യം എടുത്തു പറയാറുണ്ട്. കോൺഗ്രസിന്റെ DK ശിവകുമാർ മുഖ്യമന്ത്രിയായിട്ടുള്ള കർണാടകയിൽ വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നവും ആരും അവിടെ പറഞ്ഞിട്ടില്ല. സോണിയാഗാന്ധിയെ പോലെ, രാഹുൽ ഗാന്ധിയെ പോലെ, ഖർഗെയെ പോലെ ഞെട്ടി വിറച്ചിട്ടില്ല. പ്രശ്നങ്ങളില്ല, അസ്വസ്ഥതകൾ ഇല്ലാതെ DK ശിവകുമാർ സ്റ്റഡിയായി നിന്നുകൊണ്ട് പൂർണ്ണമായിട്ട് വന്ദേ മാതരം കർണാടകയിൽ ആലപിച്ചിട്ടുണ്ട്. അപ്പൊ സകല വിവേകമുള്ള മലയാളികളും മതഭേദമന്യേ തിരിച്ചറിയുക, വി.ഡി. സതീശൻ മുസ്ലിം ലീഗിന്റെ കാല് പിടിച്ചുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി പദത്തിൽ പോലും തുടരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് താല്പര്യമുള്ളതുപോലെ വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കാതെ സ്വാതന്ത്ര്യദിന ആഘോഷം UDF സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് സകലരും തിരിച്ചറിയാ. സ്വാതന്ത്ര്യ സമരകാലത്ത് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിന് രൂപം കൊടുത്ത അന്നത്തെ മുസ്ലിം ലീഗ് ആയിരുന്നു വന്ദേ മാതരത്തിലെ വരികൾക്ക് എതിരെ നിന്നിട്ടുണ്ടായിരുന്നത്. അന്ന് കോൺഗ്രസിൽ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളായിട്ടുള്ള സമുന്നത നേതാക്കന്മാരൊക്കെ തന്നെ, അതായത് അന്നത്തെ വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസിലെ മുസ്ലിം നേതാക്കന്മാരൊക്കെ തന്നെ വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിച്ചിരുന്നു. എന്നാൽ അന്ന് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിന് രൂപം കൊടുത്ത അന്നത്തെ മുസ്ലിം ലീഗ് മാത്രമായിരുന്നു ഇതിന് എതിർത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അക്കാലത്തിൽ കോൺഗ്രസ് മുട്ടുവളച്ചു കൊടുത്തത്. എന്നാൽ ഇന്ന് കേരളത്തിൽ മാത്രം മുസ്ലിം ലീഗ് ഉണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗ് പറയുന്നതാണ് വി.ഡി. സതീശൻ ഇപ്പോ കേട്ട് മുന്നോട്ട് പോകുന്നത്. അന്ന് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിന് രൂപം കൊടുത്ത മുസ്ലിം ലീഗ് വന്ദേ മാതരം പൂർണ്ണമായിട്ട് ആലപിക്കരുത് എന്ന് പറയുന്നു. ഇന്ന് കേരളത്തിലെ മുസ്ലിം ലീഗ് അതേ നിലപാടെടുക്കുന്നു. അന്ന് കോൺഗ്രസ് നേതാക്കന്മാര് മുട്ടുവളച്ചതുപോലെ ഇന്ന് വി.ഡി. സതീശൻ മുട്ടുവളച്ചു കൊടുക്കുന്നു. ഇതൊക്കെ സകല മലയാളികളും തിരിച്ചറിയാം. നമ്മുടെ നാടിന്റെ, നമ്മൾ മലയാളികളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് നമ്മുടെ തലസ്ഥാന നഗരിയിൽ, നമ്മുടെ തിരുവനന്തപുരത്ത് വന്ദേ മാതരമൊക്കെ അതിന്റെ പൂർണ്ണ രൂപത്തിൽ ആലപിച്ചിട്ടുണ്ട്. ആ ഒരു പ്രോഗ്രാമില്
ഈ വി രാജേശ്വർ 1.5 പ്രസംഗം നടത്തിയിട്ടുണ്ട്. ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങളതൊന്ന് കേട്ടു. പിന്നീട് ആലോചിച്ചു, ബ്രിട്ടനിൽ നിന്നും അന്ന് ഇന്ത്യയിൽ എത്തണമെങ്കിൽ ഏകദേശം 8 മാസം അല്ലെങ്കിൽ 9 മാസം അല്ലെങ്കിൽ 10 മാസം കപ്പലിൽ യാത്ര ചെയ്യണം. അത് ഇന്നത്തെ പോലെ അത്യന്താധുനിക സൗകര്യങ്ങളുള്ള കപ്പലൊന്നുമല്ല. അവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തുമോ ഇല്ലയോ എന്ന് അറിയില്ല. ഒരു പക്ഷേ കടലിൽ മുങ്ങും, അല്ലെങ്കിൽ ദിവസങ്ങൾ കൂടുതലെടുക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങൾ പെടാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ പോലും 10 മാസം 12 മാസം കപ്പലിൽ വളരെ ബുദ്ധിമുട്ടി യാത്ര ചെയ്ത് എന്തിനായിരുന്നു ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ വന്നിരുന്നത്? അപ്പോൾ ഒടുവിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടനിൽ ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട എന്തൊക്കെയോ ഭാരതത്തിൽ അന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ റിസ്ക് എടുത്ത് പോവുകയില്ല. അപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ബ്രിട്ടനിൽ ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട എന്തൊക്കെയോ നമ്മുടെ ഈ തിരുവനന്തപുരത്തും നമ്മുടെ ഈ കൊച്ചിയിലും കോഴിക്കോടും ഡൽഹിയിലും ഒക്കെ ഉണ്ടായിരുന്നു. അത് തേടിയായിരുന്നു അവർ വന്നിരുന്നത്. അവർ എത്ര പേരാണ് വന്നിരുന്നത്? അവർ ഒരു കപ്പലിൽ അല്ലെങ്കിൽ 5 കപ്പലിൽ അല്ലെങ്കിൽ 10 കപ്പലിൽ 100, 200, 500 ആൾക്കാരാണ് വന്നിരുന്നത്. ഒരുപക്ഷെ അവർ തേടി വന്നത് ഇവിടുത്തെ അറിവായിരിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ സംസ്കാരമായിരിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ സുഗന്ധവ്യഞ്ജനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സ്വർണ്ണ നാണയങ്ങളായിരിക്കാം. ഇതൊക്കെ തേടി 1, 2, 5, 10 കപ്പലിൽ മാത്രം വന്നിട്ട് 6 കോടി ജനങ്ങളുണ്ടായിരുന്ന ബ്രിട്ടൻ 36 കോടി ജനങ്ങളുണ്ടായിരുന്ന അന്ന് 36 കോടി ജനങ്ങളുണ്ടായിരുന്ന ഭാരതത്തെ നൂറ്റാണ്ടുകളോളം ഭരിക്കുന്നു. എന്ന് ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടായിരുന്നു? ഒരു 5, 10 കപ്പലിൽ കുറച്ചു പേർ വന്നിട്ട് 36 കോടി ജനങ്ങളുള്ള ഒരു രാഷ്ട്രത്തെ നൂറ്റാണ്ടുകളോളം ഭരിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പോൾ, നമുക്ക് എല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് എന്തോ ഇല്ലായിരുന്നു. ആ ഇല്ലാതിരുന്നതാണ് ദേശീയ ബോധം. നമുക്ക് സ്വർണ്ണ നാണയങ്ങളുണ്ടായിരുന്നു. ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നാണയം ശേഖരമുള്ളത് നമ്മുടെ തിരുവനന്തപുരത്താണ്. നമുക്ക് സുഗന്ധവ്യഞ്ജനങ്ങളുണ്ടായിരുന്നു, നമുക്ക് അറിവുണ്ടായിരുന്നു, നമുക്ക് സംസ്കാരമുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും നമുക്കില്ലാതിരുന്നത് നാം ഭാരതീയരാണ് എന്നുള്ള ഒരു ദേശീയ ബോധം ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഒരു കപ്പലിൽ കുറച്ചു പേർക്ക് വന്നിട്ട് ഈ രാജ്യത്തെ നൂറ്റാണ്ടുകളോളം ഭരിക്കാൻ സാധിച്ചു. നിങ്ങൾ കേട്ടില്ലേ, ദേശീയ ബോധത്തിന്റെ ആ ഒരു പ്രാധാന്യത്തെ എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ കേരളം ഇന്ന് നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്, നമ്മുടെ ദേശത്തിനെതിരെ നിൽക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാ. വന്ദേ മാതരത്തെ പോലും എതിർത്ത് ആളുകൾ രംഗത്തെത്തുന്നുണ്ട്. ഇങ്ങനെ എന്ത് വിഷയമുണ്ടാവുമ്പോഴോ നമ്മുടെ രാജ്യത്തിന്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന സകലതിനെയും എതിർക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അത് നമ്മുടെ നാടിന് അപകടമാണ് എന്ന് എത്ര സുന്ദരമായിട്ടാണ് വി രാജേഷ് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ദേശസ്നേഹികൾ ഈ രാജ്യത്തില്ലെങ്കിൽ, നമ്മുടെ നാട്ടിലില്ലെങ്കിൽ നമ്മുടെ നാടിന് അത് അപകടം തന്നെയാ. നിർഭാഗ്യവശാൽ നമ്മുടെ കേരളം ഭരിക്കുന്ന UDF അത്തരം ആളുകളെ പ്രീണിപ്പിക്കുന്നു, സുഖിപ്പിക്കുന്നു എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട കേട്ടോ.